കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് വിമാനത്താവളത്തിന് പുറത്തെ സ്പെഷ്യൽ പരിശോധന പിൻവലിച്ചു എന്നൊരു വിവരമാണ് വരുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെയാണ് പരിശോധന അവസാനിപ്പിച്ചത്. ജില്ലാ പോലീസ് മേധാവി നിയമിച്ച 3 പോലീസുകാരെയും പിൻവലിച്ചു. പരിശോധനകൾ അവസാനിപ്പിക്കണമെന്ന് PV അൻവർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി KT സ്വാലിഹ് കൂടി ചേരുകയാണ്. സ്വാലിഹ്, എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ കസ്റ്റംസ് പരിശോധനകളിൽ കുടുങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കിയാണ് പോലീസ് പരിശോധന ഏർപ്പെടുത്തിയിരുന്നത്. 2022 മുതലാണ് ഇത്തരത്തിലൊരു പരിശോധന തുടങ്ങുന്നത്. അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന S. സുജിത് ദാസ് IAS ആണ് ഈ പരിശോധന ആരംഭിക്കുന്നത്. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ സംഘങ്ങളിൽ നിന്ന് ടൺ കണക്കിന് സ്വർണം പിടികൂടുകയും ചെയ്തു. 4 വർഷത്തിനകം വലിയ തോതിൽ സ്വർണം പിടികൂടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇപ്പോഴും നിലവിലുണ്ട്. ഈ സമയത്താണ് ഇത്തരത്തിൽ ഒരു ഈ പരിശോധന തന്നെ അവസാനിപ്പിക്കുന്നത്. നേരത്തെ നിലവിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിന് പുറമെ രാജ്യാന്തര ടെർമിനലിന് പുറത്തായിരുന്നു പോലീസിന്റെ അധിക കൗണ്ടർ സ്ഥാപിച്ചിരുന്നത്. ഈ 3 പോലീസുകാരെയും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെയാണ് പിൻവലിച്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ഒരാള് ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കും മറ്റ് 2 പേരെ വേങ്ങര, അരീക്കോട് പോലീസ് സ്റ്റേഷനുകളിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. കരിപ്പൂരിലെ പോലീസ് പരിശോധന വിമർശിച്ച് അന്ന് നിലമ്പൂരിൽ MLA ആയിരുന്ന PV അൻവർ രംഗത്തെത്തിയിരുന്നു. അൻവറിന്റെ പ്രധാനപ്പെട്ട ആവശ്യം പോലീസിന്റെ പരിശോധന അവസാനിപ്പിക്കണമെന്നായിരുന്നു. ആ ആവശ്യം ഇപ്പോൾ UDF അധികാരത്തിലെത്തിയതോടെ അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. പോലീസ് പരിശോധന പിൻവലിച്ചിരിക്കുന്നു. സിന്ധൂരി.